തിരുവനന്തപുരം വട്ടിയൂർക്കാവ് LP സ്കൂളിൽ മുഴുവൻ അധ്യാപകരും സമരത്തിൽ പങ്കെടുത്തതോടെ സ്കൂളിൽ നിന്ന് അവധി നൽകി. സ്കൂളിലെ 15 അധ്യാപകരും ഇന്ന് എത്തിയില്ല. ഉമേഷ് ബാലകൃഷ്ണൻ, ഉമേഷ്, അധ്യാപകർ ഒരാൾ പോലും എത്താതിരിക്കുമ്പോൾ പിന്നെ അവധിയല്ലാതെ മറ്റു വഴിയുണ്ടോ? മറ്റു വഴികളില്ല ഹാഷ്മി. 15 അധ്യാപകരാണ് ഈ വട്ടിയൂർക്കാവ് LP സ്കൂളിൽ പഠിപ്പിക്കുന്നത്. 15 അധ്യാപകരും വിവിധ സംഘടനകളുടെ ഭാഗമായി ഇന്ന് സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവധിയെടുത്തു. ഇക്കാര്യം വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കുകയും ഇന്നലെ തന്നെ AE ഓഫീസിന് സ്കൂൾ പൂട്ടി താക്കോൽ കൈമാറുകയും ചെയ്തു. കൂടാതെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് മെസ്സേജ് അയക്കുകയും ഇന്ന് സ്കൂളിലേക്ക് വരേണ്ടതില്ല, ഇന്ന് അധ്യാപകർ ഉണ്ടാകില്ല എന്ന് കാട്ടി മെസ്സേജ് അയക്കുകയും ചെയ്തു. എന്തായാലും സമരം ഒരുപക്ഷെ ഇത്രത്തോളം ഒരു സർക്കാർ വിദ്യാലയം അടച്ചിട്ട് ഒരു സമരം നടത്തുന്നത്, അല്ലെങ്കിൽ അത്രത്തോളം രൂക്ഷമായ ഒരു സമരം നടത്തുന്നത് വട്ടിയൂർക്കാവിൽ മാത്രമാണ്. ഹാഷ്മി, ഡയസ്റ്റോൺ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിന് പ്രകാരം ഇന്ന് പണിമുടക്കിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്ക്, അധ്യാപകർക്കെതിരെ നടപടി അല്ലെങ്കിലും ഉണ്ടാകും. ഇതിപ്പോൾ കുറച്ചുകൂടി സങ്കീർണ സാഹചര്യമുണ്ടോ? ഇപ്പം മറ്റ് എല്ലാ അധ്യാപകരും സമരത്തിലിറങ്ങിയാൽ പിന്നെ സ്കൂൾ അടച്ചിടല്ലാതെ മറ്റു വഴിയില്ല. അതിൻ്റെ ഒരു തുടർ നടപടി എന്ത് പ്രതീക്ഷിക്കണം ഈ അധ്യാപകർ? ഉമേഷ്, ഡയസ്റ്റോൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇവർക്ക് ശമ്പളം ഉണ്ടാകില്ല. പക്ഷേ ഒരു സ്ഥാപനത്തിന്റെ മേലധികാരി, അതായത് ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ HM ഇത്തരത്തിൽ സമരത്തിൽ പങ്കെടുക്കുകയോ അവധിയെടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് നേരത്തെ തന്നെ വകുപ്പിനെ അറിയിക്കുകയും പകരം മറ്റൊരു സംവിധാനം തൊട്ട് താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനോ, അതായത് HMന് തൊട്ട് താഴെയുള്ള സീനിയർ അധ്യാപകന് ചുമതല നൽകുകയോ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ്, അല്ലെങ്കിൽ ഏതാണോ ആ വകുപ്പ് അതിന് പകരം ക്രമീകരണം ഒരുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഓഫീസ് അടച്ചിടാനുള്ള അനുവാദം, ഓഫീസ് അടച്ചിട്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുതെന്ന് നേരത്തെ തന്നെ ചീഫ് സെക്രട്ടറി സർക്കുലറിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ സ്കൂൾ പൂർണ്ണമായി അടച്ചിട്ട സാഹചര്യത്തിലേക്ക് പോയി. കാരണം HM ഈ സമരത്തിൽ പങ്കെടുക്കുന്നു, തൊട്ട് താഴെയുള്ള സീനിയർ സർക്കാർ ജീവനക്കാർ എല്ലാവരും ഈ സമരത്തിലേക്ക് പോകുന്നു. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് അതിനൊരു ബദൽ ക്രമീകരണം ഒരുക്കി മറ്റ് സ്കൂളിൽ നിന്ന് അധ്യാപകരെയോ മറ്റോ എത്തിച്ച് താൽക്കാലികമായെങ്കിലും ഒരു ക്രമീകരണം ഒരുക്കാനുള്ള നടപടിക്രമങ്ങളും എടുത്തില്ല. ഇന്നലെ തന്നെ സ്കൂൾ പൂട്ടി വിദ്യാഭ്യാസ വകുപ്പിന് ഈ താക്കോലും കൈമാറിയിരുന്നു. എന്നിട്ടും ഈ ബദൽ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ല. ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ അന്വേഷണവും അച്ചടക്ക നടപടിയും എല്ലാം വരാനുള്ള സാധ്യത ഉണ്ട്. ലക്ഷ്മി, ഓക്കെ, എല്ലാ അധ്യാപകരും അവധിയായി. അപ്പോൾ അത് കാരണം സ്കൂളിന് അവധി കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു തുടർ നടപടി ഈ അധ്യാപകർ എന്തായാലും പ്രതീക്ഷിക്കേണ്ടി വരും.